ഹായ് ഫ്രണ്ട്സ്, MR വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായില്ലേ നമ്മൾ മോട്ടിവേഷനൊക്കെ ചെയ്തിട്ട്. എന്നാൽ പിന്നെ ഇന്നിത്തിരി മോട്ടിവേഷൻ ആയാലോ. സ്കൂളൊക്കെ തുറന്ന് നമ്മുടെ മഴയും ഇങ്ങെത്തി, അമ്മമാരുടെ പതിവോട്ടവും തുടങ്ങി. അപ്പോൾ പിന്നെ ഇന്നത്തെ മോട്ടിവേഷൻ നമ്മൾ അമ്മമാർക്ക് വേണ്ടി തന്നെയുള്ള ആവട്ടെ. രാവിലെ എണീക്കണം, വീട്ടുകാര്യങ്ങളെല്ലാം നോക്കണം, ഫുഡ് ഉണ്ടാക്കണം, കുട്ടികളെ റെഡിയാക്കണം, അവരുടെ ബാഗും കുടയും എല്ലാം എവിടെ നിന്നെല്ലാം പറക്കിക്കൊണ്ടുവന്ന് വയ്ക്കണം. ഇതിനിടയിൽ സ്വന്തം കാര്യം നോക്കാൻ പോലും പല അമ്മമാർക്കും സമയം കിട്ടാറില്ല. ടെൻഷൻ അടിച്ച് കുട്ടികളോടായാലും ഹസ്ബൻഡിനോടായാലും ദേഷ്യപ്പെടാൻ മാത്രമേ സമയം ഉണ്ടാകാറുള്ളൂ. എന്നാൽ ഈ അധ്യയന വർഷം നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ. അമ്മമാരുടെ സ്ട്രെസ് കുറയ്ക്കാനും കുട്ടികളെ മിടുക്കരാക്കാനുമുള്ള ചില കുഞ്ഞു ടിപ്പുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 2-3 ചെറിയ ടിപ്പുകളും വലിയ കാര്യങ്ങളുമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് അങ്ങോട്ട് പോയാൽ ആദ്യത്തെ ടിപ്പ്, തലേ ദിവസത്തെ ഒരുക്കം. രാവിലത്തെ ഓട്ടം ഒഴിവാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മരുന്നാണ് തലേ ദിവസത്തെ ഈ ഒരുക്കം. കുട്ടികളുടെ യൂണിഫോം, സോക്സ്, അടിവസ്ത്രങ്ങൾ, ID കാർഡ് എന്നിവ തലേ ദിവസം തന്നെ എടുത്തു വയ്ക്കാൻ ശ്രമിക്കണം. അടുത്ത ദിവസം രാവിലെ ഉണ്ടാക്കുന്ന ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കറികളുടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് നമുക്ക് തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ വെക്കാം. മെയിനായിട്ട് രാവിലെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തലേന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കാം. രാവിലെ എണീറ്റ് ബാഗ്, ID കാർഡും ഒക്കെ തപ്പി കുട്ടികളുടെ പുറമെ നടക്കുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് രാത്രി ഒരു 10 മിനിറ്റ് എടുത്ത് ഇതെല്ലാം ചെയ്തു വെക്കുന്നത്. രണ്ടാമത്തെയും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ടിപ്പ് ഏതാണെന്ന് വെച്ചാൽ, കുട്ടികളെ സ്വയം ഭരണാധികാരികൾ ആക്കുക. എല്ലാ കാര്യങ്ങളും അമ്മമാർ തന്നെ ചെയ്ത് കൊടുക്കരുത്. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാവുന്ന ചില കൊച്ചു കൊച്ചു ജോലികൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ശ്രമിക്കുക. തലേ ദിവസം തന്നെ സ്വന്തം ബാഗ് റെഡിയാക്കി വെക്കാൻ ശീലിപ്പിക്കുക. അതായത് ടൈം ടേബിൾ നോക്കി പുസ്തകങ്ങളെല്ലാം റെഡിയാക്കി വെക്കാൻ അവരോട് പറയുക. രാവിലെ എണീറ്റ ഉടനെ സ്വന്തമായി ബെഡ്ഷീറ്റ് മടക്കി വെക്കാൻ അവരെ പഠിപ്പിക്കാം. സ്വന്തമായി ബ്രഷ് ചെയ്യാനും കുളിക്കാനും ഷൂസ് ധരിക്കാനും മുടി ചീകാനും ഒക്കെ അവരെ ശീലിപ്പിക്കണം. സ്കൂൾ വിട്ട് വന്നാൽ ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, ഈ വക സാധനങ്ങളൊക്കെ ബാഗിൽ നിന്നെടുത്ത് സിങ്കിൽ കൊണ്ടുവയ്ക്കാൻ അവരോട് പറയുക. അവരുടെ ചെരുപ്പ്, ബാഗ്, ടോയ്സ് എന്നിവ എടുത്തിട്ട് കൃത്യസ്ഥലത്ത് തന്നെ തിരിച്ചു വയ്ക്കാൻ ശീലിപ്പിക്കുക. നമ്മളെല്ലാം ചെയ്തു കൊടുത്താൽ കുട്ടികളൊന്നും പഠിക്കില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാം അവരെ ശീലിപ്പിച്ച് നമ്മുടെ കൂടെ നിർത്തിയാൽ നമ്മുടെ പകുതി ജോലി കുറഞ്ഞു കിട്ടുകയും ചെയ്യും. തുടക്കത്തിൽ അവർ കുറച്ച് സമയമെടുക്കും ഇതൊക്കെ ഒന്ന് ശീലിച്ചു വരാനായിട്ട്. ചിലപ്പോൾ തെറ്റുകൾ വരുത്തിയേക്കാം, പക്ഷെ സാരമില്ല, ഇതവരെ വലിയൊരു ആത്മവിശ്വാസവും ഉത്തരവാദിത്ത ബോധവും ഉണ്ടാക്കും. അതല്ലേ നല്ലത്. മൂന്നാമത്തെ ടിപ്പ് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ടിപ്പാണ് മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുക. ഈ സമയത്ത് മഴ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അസുഖം വരാൻ കൂടുതൽ ചാൻസ് ഉള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കെയറിങ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ കൊടുക്കുക. നനഞ്ഞ റെയിൻകോട്ടും കുടയും ഒക്കെ ബാഗിനുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ അവരുടെ കൈ കൊടുത്തു വിടുക. വൈറ്റമിൻ C അടങ്ങിയ ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നെല്ലിക്ക, ഓറഞ്ച്, നാരങ്ങ അങ്ങനെയുള്ളവയൊക്കെ വൈറ്റമിൻ C അടങ്ങിയ ആഹാരങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കെയറിങ് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുകയും കുട്ടികൾക്ക് ചെറു ചൂടുവെള്ളം കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ജേംസ് ഒക്കെ കുട്ടികളുടെ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഈ ഒരു ടിപ്പ് വളരെ ഉപകാരപ്പെടുവേ. ഇനി നമുക്ക് അവസാനത്തെ ടിപ്പ് നോക്കാം. ഈ ഒരു ടിപ്പ് കുട്ടികളുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത ഒരു നിമിഷം അവർക്ക് കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ടിപ്പാണ് സ്നേഹത്തോടെയുള്ള യാത്രയയപ്പ്. രാവിലെ ഇനി എത്ര തിരക്കുണ്ടെങ്കിലും കുട്ടി സ്കൂളിലേക്ക് ഇറങ്ങുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, ആ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും വഴക്ക് പറഞ്ഞോ ദേഷ്യപ്പെട്ടോ അവരെ സ്കൂളിലേക്ക് വിടരുത്. അവർ വീട് വിട്ടിറങ്ങുമ്പോൾ സ്നേഹത്തോടെ നെറ്റിയിലൊരു ഉമ്മ നൽകി, എൻ്റെ മോന് അല്ലെങ്കിൽ മോൾക്ക് ഇന്നൊരു നല്ല ദിവസമായിരിക്കും എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് അവരെ യാത്ര അയക്കണം. ആ ഒരു ചെറിയ സ്നേഹപ്രകടനം അവർക്ക് കൊടുക്കുന്ന പോസിറ്റീവ് എനർജി ചെറുതായിരിക്കില്ല. ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ പോലും അമ്മയുടെ ആ ഒരു സ്നേഹം അവർക്ക് കൂട്ടിനുണ്ടാകും. വൈകുന്നേരം അവർ തിരികെ വരുമ്പോഴും അതേ പുഞ്ചിരിയോടെയും സ്നേഹത്തോടെയും അവരെ സ്വീകരിക്കുക. അമ്മമാരുടെ മനസ്സ് ശാന്തമാണെങ്കിൽ വീടും ശാന്തമാകും, കുട്ടികളുടെ ഭാവിയും മനോഹരമാക്കാം. അപ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ, നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് നമ്മളുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. ആ കഷ്ടപ്പാടിനിടയിൽ നമ്മുടെ സമാധാനവും സന്തോഷവും കളയാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കുഞ്ഞു കാര്യങ്ങൾ ഇന്നു മുതൽ തന്നെ ശീലിച്ചു നോക്കൂ, നിങ്ങൾക്ക് മാറ്റം അറിയാൻ കഴിയും. ഈ വീഡിയോ എല്ലാ അമ്മമാർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായി എത്താം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.